ഹായ്, ഇന്നൊരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ്. ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ്. ഇത് ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അധികം ടൈമൊന്നും വേണ്ടാത്ത ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. ഇത് അപ്പത്തിൻ്റെ, പൊറാട്ടൻ്റെ, ചപ്പാത്തീൻ്റെ, ഈവൻ നെയ്ച്ചോറിൻ്റെ കൂടെ വരെ സൈഡായിട്ട് പോകുന്നൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ 1 കിലോ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വിനാഗിരി ചേർത്തിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റോക്ക് വാട്ടർ കളയണ്ട, അത് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് അത് ഷ്രെഡ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ഓയിലിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണ ആകുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഇനി അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചെടുത്തത്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചെടുത്തതും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുന്നവരെ അത് വഴറ്റി കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ് അതെല്ലാം ഇല്ലേ, അതെല്ലാം ചേർത്ത് കൊടുത്ത് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി 2 മീഡിയം സൈസിലുള്ള സവാള തിന്നായി സ്ലൈസ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് നന്നായിട്ട് തന്നെ വാടി വരണം. ആ വാടി വന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കി ചേർത്ത് കൊടുക്കണം. ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് ക്രഷ് ചെയ്ത മുളക്, ഉണക്കമുളക് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക കേട്ടോ. അത് നന്നായി വഴന്ന് കറിവേപ്പിലയെല്ലാം നന്നായി വാടി മുളക് എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചതും, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് ചിക്കൻ മസാല പൗഡർ, 1/2 ടീസ്പൂണ് മുളക് പൊടി. പിന്നെ എരിവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. എരിവ് അധികം ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ 1 ടേബിൾ സ്പൂണ് സോയ സോസും 1 ടേബിൾ സ്പൂണ് കെച്ചപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ കെച്ചപ്പും സോയ സോസും ഒക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഉള്ളി മസാലയും എല്ലാം അതിൽ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് പിടിക്കുന്നവരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പ്, മല്ലിയില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ ചിക്കൻ സ്റ്റോക്ക്, ചിക്കൻ വേവിച്ച വാട്ടർ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് തന്നെ ആ മസാല എല്ലാം ഇതിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത് വേവിച്ചെടുക്കണം കേട്ടോ. വേവിക്കാനൊന്നുമില്ല, അത് മസാല എല്ലാം നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വെള്ളം വറ്റി വരുന്നവരെ അതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ദാ വെള്ളമെല്ലാം നന്നായി വറ്റിയിട്ടുണ്ട്. ഇതിനേക്കായി ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കുക. ഞാനിപ്പോൾ നന്നായി ഡ്രൈ ആക്കി എടുക്കുന്നില്ല, ഞാനിതിവിടെ കുറച്ച് വെറ്റായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പൊറാട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഈവൻ നെയ്ച്ചോറിൻ്റെ കൂടെ വരെ നമുക്ക് കോമ്പിനേഷനായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും തന്നെ ഉണ്ടാക്കി വെക്കുക. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ടൈമൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.
അപ്പോൾ ഇൻഷാ അല്ലാ നല്ല നല്ല റെസിപ്പി വീഡിയോസായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു. ബൈ ബൈ.